വടകര പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണ ചർച്ചകളിൽ ടി.പി. ചന്ദ്രശേഖരൻ വധം സജീവ ചർച്ചയാക്കാനൊരുങ്ങി കോൺഗ്രസ്. ടി.പി. വധം ചർച്ചാ വിഷയമാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് കഴിഞ്ഞ ദിവസം LDF സ്ഥാനാർത്ഥി കെ ശൈലജ പറഞ്ഞിരുന്നു. എന്നാൽ UDF വിഷയം ഉന്നയിക്കുമ്പോൾ മറുപടി പറയാതെ ഒളിച്ചോടാൻ LDFന് കഴിയില്ലെന്ന സാഹചര്യമാണുള്ളത്. ടി.പി. ചന്ദ്രശേഖരൻ വധം ചർച്ച ചെയ്യുന്നത് പതിവ് പോലെ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലാണ് LDF. അതുകൊണ്ടാണ് ടി.പി. കൊലപാതകം ഒരു രാഷ്ട്രീയ വിഷയമല്ലെന്ന പ്രസ്താവനയുമായി വടകര മണ്ഡലം LDF സ്ഥാനാർത്ഥി കെ ശൈലജ തന്നെ രംഗത്തെത്തിയത്. ഈ രാഷ്ട്രീയ പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നതിനിടയിൽ അതൊരു ചർച്ചാ വിഷയമാക്കാൻ ഞങ്ങളാരും ആഗ്രഹിക്കുന്നില്ല. ഈ നിയോജക മണ്ഡലത്തിലെ ജനങ്ങളും അങ്ങനെ ഒരു ചർച്ചാ വിഷയമാക്കിയിട്ട് മാറ്റാൻ ആഗ്രഹിക്കുമെന്ന് കരുതുന്നില്ല. എന്നാലൊരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെയും ഈ രാജ്യത്തിൻ്റെയും എല്ലാം ഭാവി നിർണ്ണയിക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ചയ്ക്ക് വരും. നമ്മുടെ നിയോജക മണ്ഡലത്തിൻ്റെ വികസന പ്രശ്നങ്ങൾ ചർച്ചയ്ക്ക് വരും. എന്നാൽ വടകരയിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ ഒന്നാം സ്ഥാനം ടി.പി. ചന്ദ്രശേഖരൻ വധത്തിനെന്ന് കെ മുരളീധരൻ MP വ്യക്തമാക്കി. ഒരു മനുഷ്യനെ പച്ചയ്ക്ക് വെട്ടിക്കൊന്നത് ചർച്ച ചെയ്യാതിരിക്കാനാവില്ല. കൊലപാതകം നടത്തിയ പാർട്ടിയാണ് LDFനായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അവിടെ സ്ഥാനാർത്ഥി ആരെന്നത് പ്രസക്തമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ചർച്ചയാവും, കാരണം ഒരു മനുഷ്യനെ പച്ചയ്ക്ക് വെട്ടിക്കൊന്ന് ചർച്ച ചെയ്യണം. അതാണ് ഹൈക്കോടതി ഡബിൾ ജീവപര്യന്ത, അത് ചർച്ച ചെയ്യണ്ടേ. ഇവിടെ ഒരാൾ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയപ്പോൾ അർദ്ധരാത്രി വെട്ടിക്കൊന്നു എന്ന് കോടതി പറഞ്ഞിട്ടുള്ള എന്താ? ഈ കൊന്ന പല പ്രതികൾക്കും ചന്ദ്രശേഖരൻ ആരാന്ന് അറിഞ്ഞുകൂടാ. വാടക കൊലയാളികൾ. അപ്പോൾ ആര് നടത്തിയ പാർട്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന LDFൻ്റെ. അത് കാൻഡിഡേറ്റ് ആരാണെങ്കിലും ആ വിഷയം ചർച്ച ചെയ്യും. ഈ സാഹചര്യത്തിൽ ടി.പി. വധം ചർച്ചയാകുന്നത് എങ്ങനെയും തടയാനുള്ള ശ്രമത്തിലാണ് CPM. ജനം, കോഴിക്കോട്.